അയൽവാസികളോടുള്ള ബന്ധം, അത് കുടുംബ ബന്ധം ഇല്ലെങ്കിലും രക്തബന്ധം ഇല്ലെങ്കിലുമൊക്കെ കാത്തു സൂക്ഷിക്കുകയും ഊഷ്മളത നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട മേഖലയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി. വളരെ വ്യക്തമായി അല്ലാഹു സൂറത്തുൻ നിസായിലെ 36-ാമത്തെ സൂക്തത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മളോടുള്ള കൽപ്പനകളാണത്. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും ചെയ്യുവീൻ, അവനെ മാത്രം ആരാധിക്കൂ. വലാ തുശ്രികൂ ബിഹി ശൈആ, ഒന്നിനെയും നിങ്ങൾ അവനിൽ പങ്കു ചേർക്കരുത്. നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കടമയതാണ്. റഹ്മാനായ റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഇബാദത്തിന്റെ ഏതെല്ലാം അംശങ്ങളുണ്ടോ അത് മുഴുവനും, അത് നേർച്ചയാവട്ടെ, പ്രാർത്ഥനയാവട്ടെ, വഴിപാടുകളാവട്ടെ, സത്യം ചെയ്യലാവട്ടെ, ഏതാവട്ടെ, റഹ്മാനായ റബ്ബിനോട് മാത്രം സമർപ്പിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശിർക്ക് ജീവിതത്തിൽ തൊട്ടുതേണ്ടാത്ത വിധത്തിലുള്ള സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കലാണ് ഒന്നാമത്തെ കടമ. വബിൽ വാലിദൈനി ഇഹ്സാന, അത് കഴിഞ്ഞാൽ പ്രധാനം, മനുഷ്യരിൽ ഏറ്റവും നമുക്ക് കടമയുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരോട് നന്മ ചെയ്യാനും ഇതാ നിങ്ങളോട് കൽപ്പിക്കുന്നു. ശേഷം ചേർത്ത് പറഞ്ഞു വബിദിൽ ഖുർബ, ആ മാതാപിതാക്കൾ അല്ലാത്ത അടുത്ത ബന്ധുക്കൾ, അവരോട് നന്മ ചെയ്യണം. വൽ യതാമ, അഗതികളോട്, അനാഥകളോട് നിങ്ങൾ നന്മ ചെയ്യണം. വൽ മസാകീൻ, അഗതികളോടും നിങ്ങൾ നന്മ ചെയ്യണം. ഇനിയാണ് വിഷയം. വൽ ജാരി, അയൽക്കാരനോടും നിങ്ങൾ നന്മ ചെയ്യണം. എങ്ങനെയുള്ള അയൽക്കാരൻ? രണ്ടായി വിഭജിച്ചു അയൽക്കാരെ ഇവിടെ. വൽ ജാരി ദിൽ ഖുർബ, അടുത്ത ബന്ധമുള്ള അയൽക്കാരോടും. വൽ ജാരിൽ ജുനുബി, അകന്ന അയൽക്കാരോടും. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? അടുത്ത ബന്ധമുള്ള അയൽക്കാരെന്ന് പറയുമ്പോ അയൽപക്ക ബന്ധത്തിന് പുറമെ അയാൾ നമ്മുടെ കുടുംബക്കാരനാണ്, നമ്മുടെ ആദർശമുള്ള മതബോധമുള്ളവനാണ്, വീട് നമ്മുടെ വീടിനോട് തൊട്ടടുത്ത് നിൽക്കുന്നതാണ്. ഇതൊക്കെ ദിൽ ഖുർബ എന്ന അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ അതൊക്കെ ചേർന്ന് വരും എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ നമുക്ക് വിവരിച്ചു തന്നത്. അവരോടും നിനക്ക്, അവരോട് നീ നന്മ ചെയ്യണം. അവരോട് മാത്രല്ല, വൽ ജാരിൽ ജുനുബി, അകന്ന അയൽക്കാരോടും എന്ന് പറഞ്ഞാൽ രക്തബന്ധമില്ല, കുടുംബ ബന്ധമില്ല, അതുപോലെ തന്നെ മതബന്ധമില്ല, അവൻ അമുസ്ലിമാണ് അല്ലെങ്കിൽ ആദർശ വിരോധിയാണ്, ആരോ ആവട്ടെ, ആരായിരുന്നാലും അയൽക്കാരനാണോ, നീ വീട് കുറച്ച് അപ്പുറത്താണ്, തൊട്ടടുത്തല്ല, എന്നാലും അവരോടും നിനക്ക് ബന്ധമുണ്ടതാണ് അകന്ന അയൽക്കാർ. വിശുദ്ധ ഖുർആൻ ഇവരോടൊക്കെ ബന്ധം ഊഷ്മളമാക്കണം എന്ന് പഠിപ്പിച്ച മതമാണ്. മാതാപിതാക്കളോടും ബന്ധുക്കളോടുമൊക്കെ നന്മ ചെയ്യുന്നതിനോട് ചേർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയൽപക്ക ബന്ധം പരാമർശിക്കപ്പെട്ടത് എന്നുള്ളത് തന്നെ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അകലെയുള്ള ബന്ധുക്കളെക്കാൾ എപ്പോഴും നമ്മളോടടുത്ത് നിൽക്കുന്ന ഒരു ബന്ധവുമില്ലാത്ത അയൽക്കാരായിരിക്കും നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടുക. അകലെ താമസിക്കുന്ന ബന്ധുമിത്രാദികളെക്കാൾ നമ്മളുമായി കൂടുതൽ എപ്പോഴും കാണാൻ ഇടവരുന്നതും അതുപോലെ തന്നെ ഇടപഴകുന്നതുമൊക്കെ അവരുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് കേവലം ഒരു നിസ്സാര വിഷയമായിട്ടല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. മുഅ്മിനാവണോ, യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ ആ മേഖലയും ശ്രദ്ധിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നീ നിന്റെ അയൽക്കാരനോട് ഏറ്റവും നല്ല നിലക്ക് നീ വർത്തിക്കണം, നീ അവനോട് നീ നന്മ ചെയ്യണം, എങ്കിൽ തകുൻ മുഅ്മിന, നീ മുഅ്മിനാകും. അല്ലെങ്കിലോ മുഅ്മിനാവില്ല, യഥാർത്ഥ വിശ്വാസിയാവൂല എന്നാണ് ആ പറയുന്നതിന്റെ മറുവശം. അതേ അവസരത്തിൽ ആ അയൽക്കാരനോടുള്ള ബന്ധത്തിൽ ഊഷ്മളത കാണിക്കാതെ, സൗഹൃദം നിലനിർത്താതെ, എപ്പോഴും വഴക്കും വക്കാണവും പ്രശ്നങ്ങളും അവനെ ശല്യം ചെയ്യലും ബുദ്ധിമുട്ടിക്കലും അവൻ്റെതായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ലാത്ത നിലക്കുള്ള തികഞ്ഞ അവഗണനയുമാണെങ്കിലോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യമിട്ടുകൊണ്ട് 3 തവണയാണ് സത്യം ചെയ്ത ഗൗരവത്തിൽ പറഞ്ഞത്. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. 3 തവണ ആമുഖത്തിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലാഹനെ തന്നെയാണ് സത്യം, മുഅ്മിനാവൂല, വല്ലാഹി മുഅ്മിനാവൂല, വല്ലാഹി മുഅ്മിനാവൂല. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, വമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ആരെക്കുറിച്ച് അങ്ങനെ ഈ പറയുന്നത്? ആരെക്കുറിച്ചാണ് ഇത്ര ഗൗരവതരത്തിൽ അങ്ങൊന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു, ഒരയൽക്കാരൻ തന്റെ അയൽക്കാരന്റെ ശർറിൽ നിന്ന് മുക്തനല്ലെങ്കിൽ അവന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഒരാള് തന്റെ അയൽക്കാരന് തന്നെ കൊണ്ട് വലിയ ഷെറാണ്, അങ്ങനെയുള്ള ഷെറിനെ പേടിച്ചുകൊണ്ട് അയാൾ അവിടെ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നീ മോമിനാവുകയില്ല, അവൻ മോമിനാവുകയില്ല എന്നാണ്. അയൽക്കാരൻ ഷെറ് ചെയ്യേണ്ടവനല്ല. എത്രയെത്ര വീടുകളാണ് കിട്ടിയ വിലക്ക് വിറ്റു പോകുന്ന എത്രയോ ആളുകളില്ലേ. ആവില്ല ഇനി ഇവിടെ ജീവിക്കാൻ, ഇയാളോടുള്ള അയൽപക്ക ബന്ധം കൊണ്ട് ഇനി എനിക്ക് കഴിയില്ല എന്ന മടുത്തു വെറുത്തുകൊണ്ട് കാരണമില്ലാതെ പോകുന്നവരെ കുറിച്ചല്ല. കാരണമോ കാരണക്കേടോ എന്നൊക്കെ തീരുമാനിക്കും റബ്ബിന്റെ കോടതി. പക്ഷേ ന്യായമായ നിലക്ക് തന്റെ അയൽക്കാരനിൽ നിന്ന് ഷർറ് സഹിക്കവയ്യാതെ കിട്ടിയ വിലക്ക് വീട് വിറ്റ് മറ്റെവിടെയെങ്കിലും പോയി താമസമാക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിലില്ലേ? എന്താ കാരണം? അത്രക്ക് ഷർറാണ്. മുഅ്മിനാവുലാനാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാരി, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്നിട്ട് ഇങ്ങനെ റബ്ബിന്റെ വഹയി കേൾപ്പിച്ചിട്ട് അതിലൂടെ അയൽക്കാരോടുള്ള ബന്ധത്തെ പറ്റി എന്നോട് അതിശക്തമായ നിലക്ക് ഇങ്ങനെ ഓരോ വസിയത്തുകൾ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞു തീരുന്നില്ല. ഹത്താ ലനന്തു, ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സയവരിസുഹു, ഞാൻ മരിച്ചാൽ എൻ്റെ അനന്തരാവകാശത്തിൽ നിന്നൊരു വിഹിതം അയൽക്കാരനുണ്ട് എന്ന് പറയുമോ എന്നുവരെ തോന്നിപ്പോയി. അത്രത്തോളം നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾക്കും എനക്കൊക്കെ അവകാശം കിട്ടുമല്ലോ, ഇതേപോലെ അയൽക്കാരനും ഒരു വിഹിതം നൽകണം എന്ന് എന്നോട് പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത്രത്തോളം അയൽക്കാര കാര്യത്തെക്കുറിച്ച് എന്നെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വിഷയം നിസ്സാരമല്ല. ഞാനാണ് ചിന്തിക്കേണ്ടത്, നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, ഓരോരുത്തരുമാണ് ആലോചിക്കേണ്ടത്. എനിക്ക് നല്ലൊരു അയൽക്കാരനാകുവാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് എൻ്റെ അയൽവാസികൾക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ? അവർക്ക് എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ അവരെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? പോലെയുള്ള ഓരോ കാര്യങ്ങളും നല്ല നല്ല മര്യാദകൾ പാലിക്കുന്നവനാണ് നല്ല അയൽവാസിയായി ജീവിക്കുവാൻ തൗഫീഖുള്ളവൻ. ഒന്ന്, അവനെ കാണുമ്പോൾ സലാം പറയുക, സലാം കൊണ്ട് ആരംഭിക്കുക. അതേപോലെ തന്നെ അവന്റെ മുഖത്ത് ചിരിയോടെ, മുഖപ്രസന്നതയോടെ അവനെ സമീപിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ സന്തോഷത്തോടെ ആയിരിക്കണം എപ്പോഴും അവനെ അഭിമുഖീകരിക്കേണ്ടത്. വെറുപ്പുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളിലൂടെയല്ല. അവനിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് മാപ്പ് ചെയ്തു കൊടുത്തുകൊണ്ടും ആ ബന്ധങ്ങൾ നിലനിർത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തബസ്സുമക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് ധർമ്മമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അയൽക്കാരൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ അത് എത്ര ചെറിയൊരു കാര്യമാവട്ടെ, ഇസ്ലാമിക വിരുദ്ധമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അതടിവരയിടുക. നമ്മെ ക്ഷണിച്ചാൽ ആ ക്ഷണം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അവർ തരുന്ന ഹദിയകൾ ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാകാം, എനിക്ക് ആവശ്യമില്ലാത്തതാകാം, എന്നാലും ഒരു ഹദിയ തന്നാൽ അത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക. അങ്ങോട്ടും ഹദിയകൾ കൈമാറുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആരെങ്കിലും ഹദിയകൾ കൊടുത്താൽ തത്തുല്യമായത് കൊടുക്കും, അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം, അതിനേക്കാളും വലുത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. തഹാദൗ തഹാബു, നിങ്ങൾ ഹദിയകൾ കൈമാറൂ, നിങ്ങൾ ഹദിയകൾ ഗിഫ്റ്റുകൾ കൊടുക്കൂ. തഹാബു, അത് നിങ്ങൾക്കിടയിലെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുശലാന്വേഷണങ്ങൾ നടത്തുവാനും ഇടയ്ക്ക് കുറച്ചൊക്കെ സമയം പുറത്തുനിന്ന് കാണുമ്പോഴോ ഇനി അകത്തിരിക്കാൻ അവസരം കിട്ടുമ്പോഴോ ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും വർത്തമാനങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ അതിൻ്റെതായ മര്യാദകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു സൗഭാഗ്യത്തിൻ്റെ അടയാളമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അർബഉ മിനസ് സആദ, 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. 4 കൂടെ എനിക്കിവിടെ വിശദീകരിക്കാൻ നേരമില്ല. വിഷയബന്ധമായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മാത്രം പറയാണ്. 4 കാര്യങ്ങൾ സൗഭാഗ്യത്തിന്റെ അടയാളങ്ങളാണ്. അതിൽ പറഞ്ഞു അൽ ജാറുസ് സാലിഹ്. അൽ ജാറുസ് സാലിഹ്, ഉത്തമനായ ഒരു അയൽക്കാരനെ നിനക്ക് കിട്ടിയാൽ നിന്റെ ജീവിതം സൗഭാഗ്യപൂർണമായി എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും അവരവരെ കുറിച്ച് ആലോചിച്ച് നേട്ടങ്ങളിലൂടെയാണോ നല്ല പെരുമാറ്റത്തിലൂടെയാണോ മുന്നോട്ട് പോകുന്നത്, സന്തോഷിക്കുക, നിലനിർത്തുക. അപാകതകളുണ്ടോ തിരുത്തുക. റഹ്മാനായ റബ്ബ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു തൗഫീഖ് നൽകി അവൻ നമ്മെ എല്ലാവരെയും ആദരിക്കുകയും
അനുഗ്രഹിക്കുകയും അപാകതകൾ പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥമായ സൗഭാഗ്യം നല്ലൊരു അയൽക്കാരനാവലാണ്, നല്ലൊരു അയൽക്കാരനെ കിട്ടലാണ്. അതിനുവേണ്ട ഗുണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ രൂപത്തിലുള്ള ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ജീവിതത്തിൽ വലിയ സൗഭാഗ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിലത്തുർ റഹമി വഹുസ്നുൽ ഖുലുഖി വഹുസ്നുൽ ജിവാർ യുഅമ്മിറാനി ദിയാർ വയസീദാനി ഫിൽ അഅമാർ. നല്ല നിലക്ക് കുടുംബബന്ധം ചേർക്കല്, സൽസ്വഭാവം ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കൽ, അയൽപ്പക്കക്കാരോട് നല്ല നിലക്ക് ഇടപെടലൊക്കെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ വലിയ ഐശ്വര്യമുണ്ടാക്കും. നമ്മൾ ജീവിക്കുന്ന കുടുംബ ജീവിതത്തിൽ നമുക്ക് വലിയ ബറക്കത്ത് അല്ലാഹു പ്രദാനം ചെയ്യും. വയസീദാനി ഫിൽ അഅമാർ, ആയുസ്സിൽ വലിയ രൂപത്തിലുള്ള വർധനവുണ്ടാകും എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന കാലത്തുള്ള ആയുസ്സിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പരലോകത്തേക്ക് വലിയ മുതൽക്കൂട്ടായി തൻ്റെ ആയുഷ്കാലത്തെ വിനിയോഗിക്കാൻ, തെറ്റുകൾ സംഭവിക്കാതെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പാലിക്കാൻ, റബ്ബിന്റെ അടുക്കൽ ഞാൻ മരിച്ചാലും തൻ്റെതായ സൽക്കർമ്മങ്ങളുടേതായ പേരുകൾ ലോകത്ത് നിലനിൽക്കാൻ, മരിച്ചിട്ടില്ലെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടില്ലാത്തവരെ പോലെ നല്ലതേ ആളുകൾക്ക് പറയാനുള്ളൂ. അതിനൊക്കെയുള്ള സൗഭാഗ്യങ്ങൾ മനുഷ്യന് സിദ്ധിക്കുന്നത് ഈ നിലക്കുള്ള നല്ല ബന്ധം അയൽക്കാരോടും കുടുംബത്തിനോടുമൊക്കെ നിലനിർത്തുന്നതിലൂടെയാണ്. റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ പദവിയാണ്. ഖൈറുൽ ജീറാനി ഇൻദല്ലാഹ് ഖൈറുഹും ലിജാരിഹി. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ, റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ അയൽക്കാരൻ ആരാണ്? തൻ്റെ അയൽക്കാരനോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുന്നവനാകുന്നു. ദുനിയാവിൽ അവൻ ഉപകാരം ചെയ്യുന്നു, ഇങ്ങോട്ടും ഉപകാരം ചെയ്യുന്നു. ആഖിറത്തിലും ഇവൻ്റെതായ നല്ല വർത്തമാനമുണ്ടെങ്കിൽ നമുക്ക് പരലോകത്തെ രക്ഷക്കത് കാരണമാകും. ഏതൊരു മുസ്ലിമായ മനുഷ്യനും മരണപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരാൾ മരിച്ചു പോകുന്നു, അവൻ മരിച്ചപ്പോൾ ഫയശ്ഹദു ലഹു അർബഅത്തും മിൻ ജീറാനിഹിൽ അദ്നൈൻ അന്നഹും ലാ യഅലമൂന അൻഹു ഇല്ലാ ഖൈറാ. അയാൾ മരിച്ചപ്പോൾ അയാളെ അടുത്തുള്ള ഒരു 4 വീട്ടുകാർ, ചില ഹദീസിൽ 2 വീട്ടുകാരൊന്നുണ്ട്, ഒരു 2-4 വീട്ടുകാരൊക്കെ പറയുന്നത് അയാളെക്കുറിച്ച് നല്ലതല്ലാത്തൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് നമ്മളെക്കുറിച്ച് നമ്മളെ അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ ഇല്ലാ ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറയാതിരിക്കില്ല മനുഷ്യനോട്. ആ മനുഷ്യരോട് നാളെ പരലോകത്തിനെന്ന് ഈ ഒരു കാരണത്താൽ അവരോടൊക്കെ പറയും, ഖദ് അമിൽതു ഖദ് ഖബിൽതു ഇൽമകും ഫീഹി. അയാളെക്കുറിച്ചുള്ള നിങ്ങൾക്ക് അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വഗഫർതു ലഹു മാ ലാ തഅലമൂൻ. മനുഷ്യനല്ലേ, നിങ്ങൾക്കറിയാത്ത ഒരുപാട് അബദ്ധവും അപാകതയൊക്കെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും, അതൊക്കെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. കണ്ടോ, നല്ലത് പറയിക്കുക എന്നുള്ളതിന് കുറച്ച് പാടാണ്. ഒരാളെക്കുറിച്ച് നല്ലത് പറയിക്കുക അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വെടക്കാണ്, ചീത്തയാണെന്ന് പറയിക്കാം, വലിയ പ്രയാസമൊന്നുമില്ല. വളരെ സൂക്ഷ്മത വേണം, വളരെ സൂക്ഷ്മത വേണം. ഇതാണ് ഇസ്ലാം പറയുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തിയും റബ്ബിൻ്റെ സ്നേഹമൊക്കെ കിട്ടാൻ, അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ, അവൻ നമ്മെ സ്നേഹിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇൻ അഹ്ബബ്തും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, അൻയുഹിബ്ബക്കുമുല്ലാഹു വറസൂലു, അല്ലാഹു റസൂലൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടണം. അള്ളാഹുവും റസൂലൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുക. അള്ളാഹുവിന് നമ്മെ വലിയ ഇഷ്ടം. നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗം പങ്കിടാൻ കഴിയുക, അവിടുത്തെ ചാരത്തണയാൻ സാധിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് തൗഫീക്ക് കിട്ടണോ? കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടതിൽ പറഞ്ഞു ഫഅഹ്സിനു ജിവാറ മൻ ജാവറക്കും, നിങ്ങളോടടുത്തുള്ള താമസിക്കുന്ന അയൽപ്പക്കക്കാരോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കൂ. ഇതൊക്കെ ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കുക. ആ മേഖലയിലൊക്കെ അപാകതകൾ വന്നുപോയെങ്കിൽ റബ്ബിനോട് തൗബ ചെയ്യുക, പൊരുത്തപ്പെടിക്കുക. റഹ്മാനായ റബ്ബിനോട് എപ്പോഴും ഒരു നല്ല സ്വഭാവക്കാരനായി എല്ലാവരോടും വർത്തിക്കുവാനുള്ള തൗഫീഖിനായി നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കാൻ കൽപ്പിച്ച സർവ്വബന്ധങ്ങളെയും ചേർക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വ പാപങ്ങളും അള്ളാഹു അവൻ്റെ പ്രത്യേക കാരുണ്യം മുഖേന നമുക്ക് പുറത്തു തരുമാറാകട്ടെ. തമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ.